ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. മലപ്പുറം വളാഞ്ചേരിയിൽ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി. വളാഞ്ചേരി സ്വദേശിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. 3 ദിവസം മുൻപാണ് പീഡനം നടന്നത് എന്നാണ് പരാതി. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ബലമായി പീഡിപ്പിച്ചതായാണ് പരാതി. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും രമ്യ ദാസ് ചേരുന്നു. രമ്യ, ഏറെ ഗുരുതരമായ പരാതിയാണ്. ഒരു പെൺകുട്ടിയെ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ബലമായി പീഡിപ്പിച്ചു എന്ന് വളരെ ഗുരുതരമായ പരാതിയാണ്. ഇതിനെക്കുറിച്ച് പോലീസ് എന്താണ് പറയുന്നത്? സ്വാതി, തീർച്ചയായും വളരെ ഗുരുതരമായ പരാതിയാണ്, ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതായത് 3 ദിവസങ്ങൾക്ക് മുൻപ് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് യുവതിയെ ബലമായി പീഡിപ്പിച്ചതായിട്ടാണ് പരാതി വരുന്നത്. വളാഞ്ചേരി സ്റ്റേഷനിൽ യുവതിയാണ് പരാതി. വളാഞ്ചേരി സ്വദേശിയായ യുവതിയാണ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത്. ഉറങ്ങിക്കിടക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ എത്തുകയും അവർ ബലമായി പീഡനത്തിന് വിധേയയാക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. സ്വാതി. ശരി രമ്യ, മലപ്പുറം വളാഞ്ചേരിയിൽ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി. വളാഞ്ചേരി സ്വദേശിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. രമ്യ, ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഇപ്പം 3 ദിവസമായിരിക്കും. ഇത്രയും വൈകിയാണ് പരാതി നൽകിയത്. ഇത്രയും ഗുരുതരമായ സംഭവവും കൂടിയാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണമുണ്ടോ ഇക്കാര്യത്തിൽ? സ്വാതി, ഈ യുവതി ഈ വിഷയം, അതായത് പീഡനത്തിന് ഇരയായ വിഷയം ബന്ധുവീട്ടിൽ ചെന്നതിന് ശേഷമാണ് തുറന്നു പറയുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം ബന്ധു തന്നെയാണ് പോലീസിൽ പരാതി കൊടുക്കുകയും തുടർന്ന് ഇപ്പോൾ യുവതി മലപ്പുറത്ത് തന്നെ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. സ്വാതി, എന്തായാലും ഗുരുതരമായ പരാതിയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയേണ്ടതുണ്ട്. പ്രതികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടികൂടേണ്ടതും എത്രയും വേഗം തന്നെ പിടികൂടേണ്ടതും ഉണ്ട്. മലപ്പുറം വളാഞ്ചേരിയിലാണ് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തതായത്. രമ്യ, ഒരു ചോദ്യം കൂടി, അതായത് പ്രതികളെ ആരെങ്കിലും പിടികൂടിയിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? സ്വാതി, നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭ്യമായി തുടങ്ങുന്നതേയുള്ളൂ. 2 പേർ ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ശരി രമ്യ, എന്തായാലും ആ വിവരങ്ങളിലേക്ക് നമുക്ക് തിരിച്ചെത്താം.